എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യന് മുന്നേ ഞാനൊരു അനുഭവം പറയാം. ഒരു ദിവസം ക്ലാസ്സിൽ കുട്ടികളെല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ച് ഇറങ്ങാൻ ടീച്ചർ ബുക്കൊക്കെ എടുത്ത് അടുക്കി വെച്ച് ഇറങ്ങാൻ റെഡി ആവുന്ന സമയത്ത് ഒരു കുറച്ച് വെള്ളം കുടിച്ചിട്ട് വെള്ളം അവന്റെ ട്രൗസറിൽ പോയി. അപ്പോൾ അവന്റെ ആ ക്ലാസ്സിൽ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി അവന്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു, എടാ നിനക്കെന്താ പീരീഡ്സ് ആണോ, നിനക്ക് പാഡ് യൂസ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. ടീച്ചർ അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ക്ലാസ്സിന്റെ പീരീഡുകളൊക്കെ കഴിഞ്ഞു, നോണിൽ ഫുഡ് കഴിക്കുന്ന ടൈമായി. ആ സമയത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് കളിക്കുന്ന സമയത്ത് ടീച്ചർ അവനെ മാത്രം പേഴ്സണലി വിളിച്ചിട്ട് അവന്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ അവന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്, നിനക്ക് എങ്ങനെ അറിയാം പീരീഡ്സ് വരുമ്പോൾ പാഡാണ് യൂസ് ചെയ്യുന്നത്, നിനക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ പീരീഡ്സിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം എന്നുള്ള രീതിയിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചെയ്തു. ദേഷ്യത്തിലൊന്നല്ല, വളരെ കൂളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ആ കൊച്ച് ടീച്ചർ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ടി വിയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആഡുകൾ വരും, പരസ്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഈ വിസ്പറിന്റെ ഒക്കെ പരസ്യം വരുന്ന സമയത്ത് ഞാൻ നോർമലി അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മ ഇതെന്താ വിസ്പർ, ഇത് ഗേൾസിന് മാത്രമാണല്ലോ കാണിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോയി എന്ന് പറഞ്ഞ് അമ്മ അവന് പറഞ്ഞു വിട്ടു. ഒരു ദിവസം അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് കളിക്കുന്ന സമയത്ത് അമ്മ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ആ ഫോണിനകത്ത് എന്താണ് വിസ്പർ എന്നും എന്താണ് അതിന്റെ യൂസ് എന്നും അടിച്ചു കൊടുത്തു നോക്കി. അപ്പൊ അവന് കറക്റ്റ് യൂസും കാര്യങ്ങളും അതിനകത്ത് വരുമല്ലോ, അവൻ അതിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്. ഇതാണ് അനുഭവം. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കുഞ്ഞുമക്കള്, അതായത് സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായം തൊട്ട് നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കും അല്ലെ. അവരുടെ പ്രായത്തിനനുസരിച്ച് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ ചോദിക്കും, കാക്ക എന്താ കറുത്തിരിക്കുന്നത്, കുക്ക എന്താ വെളുത്തിരിക്കുന്നത്, അതെന്താ അങ്ങനെ, പുഴു എന്താ ഇല തിന്നുന്നത്, ലൈക്ക് അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ചിലതൊക്കെ നമ്മൾ പറയും, കുറെ കേട്ട് കഴിയുമ്പോൾ പറയും, നീ എന്തൊക്കെ എടുത്ത് പോയി കളിച്ചേ എന്ന് പറയും. കുറച്ചുകൂടെ വലുതാവുന്നതനുസരിച്ചിട്ട് അവർ പ്രായത്തിന്റേതായ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് വളരെ കൂളായിട്ടുള്ള, അതായത് ഇപ്പം ഭയങ്കര കൂളായിട്ട് ഒരു ആൻസർ പറഞ്ഞു കൊടുക്കണോ. അമ്മ ഇപ്പൊ ആ കൊച്ചു ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് വിസ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന ക്വസ്റ്റ്യന്, ഇത് ഗേൾസ് ഇങ്ങനെ വലുതാവുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ പീരീഡ്സ് എന്ന് പറയുന്നത് അവർ മെച്ചുവർ ആവുന്ന ഒരു സ്റ്റേജ് ആണ്. ആ സമയത്ത് അവർക്ക് ചെറുതായിട്ടൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതിന് അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു സംഭവമാണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പകരം അമ്മ അവനെ ഇനി മേലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്ന് പറഞ്ഞു ഓടിപ്പിച്ചതിന്റെ ആഫ്റ്റർ ഒരു ഭാഗമായിട്ടാണ് അവൻ എന്ത് ചെയ്തത്, അത് സെർച്ച് ചെയ്ത് നോക്കിയത്. ഓരോ വർഷം കഴിയുന്തോറും ക്വസ്റ്റ്യനുകൾ കൂടും, അതായത് കൂട്ടുകാരും അവൻ പഠിക്കുന്ന ക്ലാസ്സുകളും അവൻ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതാണ് എനിക്ക് അറിയാനുള്ളത്. അതായത് മക്കൾ നമ്മുടെ അടുത്ത് വന്ന് ഇപ്പം ഇതിനെ കുറിച്ച് മാത്രമല്ല, അവർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണോ, അത് അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണോ ബെറ്റർ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ എന്താണെങ്കിലും തന്നെ ഷെയർ ചെയ്യാം.